സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സ്വരം കേട്ടപ്പോൾ എലിസബത്തും എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞ് യോഹന്നാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നാണ് വചനം പറയുന്നത്. യോഹന്നാൻ്റെ മാമുദീസ തന്നെ അതായിരുന്നില്ലേ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈശോ മാനവരാശിയെ മുഴുവനും തൻ്റെ കുരിശുമരണത്തിലൂടെ രക്ഷിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് കൈമാറുന്നു, സഭയ്ക്ക്. ഇന്ന് സഭ തൻ്റെ മിനിസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിനെ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായതുപോലെയുള്ള വേദനയാൽ തന്നെയാണ് സഭ ഇന്ന് തൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്. അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് നാം ഓരോരുത്തരും ദേവാലയത്തിലും ദൈവസന്നിധിയിലും എത്തിയത്, സന്തോഷവാനും സന്തോഷവതിയുമായത്. അങ്ങനെയെങ്കിൽ നമുക്കും പ്രാർത്ഥിക്കാം. എലിസബത്തിനെ പോലെ വിളിച്ചു പറയാം. ജപമാല കയ്യിലെടുത്ത് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന സമയങ്ങളിൽ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ചു മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് അവിടെ നിന്ന്. ഞാൻ 5ാമത്തെ സന്തോഷത്തിൻ്റെ രഹസ്യം ധ്യാനിച്ച നിമിഷം ഒരു ദിവസം പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, എനിക്ക് യേശുവിനെ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ചാണ് നീ ധ്യാനിക്കുന്നത്. ഈ 5ാമത്തെ രഹസ്യത്തിൽ നിനക്ക് ഈശോയെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? എങ്കിൽ എനിക്കുണ്ടായതുപോലെ ഒരു വേദന നിനക്കുണ്ടാകുന്നുണ്ടോ? സ്നേഹമുള്ള സഹോദര സഹോദരി, അങ്ങനെ ഒരു വേദന നിന്നിൽ ഉടലെടുത്തോ? എങ്കിൽ എത്രയും വേഗം അവനെ കണ്ടെത്താൻ യാത്ര ചെയ്യൂ. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പാടുന്നു ഞാനും നിൻ സ്തോത്രഗീതം, അമ്മയോടൊപ്പം യേശുനാഥന്. പാടുന്നു ഞാനും നിൻ സ്തോത്രഗീതം, അമ്മയോടൊപ്പം യേശുനാഥന്. എന്നമ്മേ മറിയേ ദൈവമാതെ കാണുന്നു ഞാൻ നിൻ കണ്ണുകളിൽ നിന്നെൻ യേശുനാഥനെ. എന്നമ്മേ മറിയേ ദൈവമാതെ ഉണരുന്നു ഞാൻ യേശുനാഥനെ നിൻ സ്നേഹത്താലേ.